നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് വരാനിരിക്കുകയാണ്. ടീമുകളെല്ലാം തന്നെ പടയൊരുക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇത്തവണ പാകിസ്ഥാൻ ആതിഥേയരാകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലാണ് നടക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും തമ്മിലുള്ള ബന്ധം സമീപകാലത്തായി കൂടുതൽ മോശമായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയെ സംബന്ധിച്ച അഭിമാന പ്രശ്നം കൂടിയാണ്. ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ആരൊക്കെ ഉൾപ്പെടും എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ വരുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത്, KL രാഹുൽ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ എന്നിവരെല്ലാം അവസരം തേടുകയാണ്. സഞ്ജുവിന് 56 മുകളിൽ ഏകദിനത്തിൽ ശരാശരിയുണ്ട്. എന്നാൽ നിലവിൽ ഏകദിന ടീമിന് പുറത്താണുള്ളത്. വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിൽ നിന്ന് സഞ്ജു മാറി നിന്നതോടെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജു തഴയപ്പെടാനുള്ള സാധ്യതയും ഉണ്ടായിരിക്കുകയാണ്. സഞ്ജു സാംസൺ വിജയ് ഹസാരെ ട്രോഫി കളിക്കാത്തത് മനഃപൂർവ്വമാണെന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ്. IPL-നായി ചാമ്പ്യൻസ് ട്രോഫി ഒഴിവാക്കാനാണ് സഞ്ജുവിന്റെ നീക്കം എന്നാണ് ആരോപണം. സഞ്ജു സാംസൺ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉൾപ്പെടുന്നതിനായി ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കേരളത്തിലായി വിജയ് ഹസാരെ ട്രോഫി കളിച്ച് തിളങ്ങിയിരുന്നുവെങ്കിൽ സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്താനുള്ള സാധ്യത കൂടുതലായിരുന്നു. സമീപകാലത്തെ ഫോമും ഗൗതം ഗംഭീറുമായിട്ടുള്ള ബന്ധവും സഞ്ജുവിനെ സംബന്ധിച്ച് അനുകൂല ഘടകമായിട്ട് മാറിയിരുന്നു. എന്നാൽ സഞ്ജു കേരളത്തിന്റെ ടീം തെരഞ്ഞെടുപ്പ് മുന്നോടിയായുള്ള ക്യാമ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കാരണം ബോധിപ്പിക്കാതെയാണ് സഞ്ജു മാറി നിന്നത് എന്നൊരു ആരോപണം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി തന്നെ നേരിട്ട് വന്ന് തുറന്നു പറഞ്ഞിരുന്നു. സഞ്ജു സാംസൺ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ തീർച്ചയായും വിജയ് ഹസാരെ ട്രോഫി കളിക്കണമായിരുന്നു. എന്നാൽ സഞ്ജുവിന് ഇതിന് താല്പര്യമില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് വിജയ് ഹസാരെ ട്രോഫി മനഃപൂർവ്വം ഒഴിവാക്കിയത്. ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരി 19 ആരംഭിച്ച് മാർച്ച് 9 അവസാനിക്കുന്നത്. ലഭിക്കുന്ന സൂചന പ്രകാരം മാർച്ച് 23 IPL ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് മാറി നിൽക്കാൻ സഞ്ജു തീരുമാനിക്കുകയായിരുന്നു എന്ന് തന്നെ വിലയിരുത്താം. മെഗാലയത്തിന് ശേഷമാണ് ഇത്തവണത്തെ IPL നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ടീമിലുണ്ടായിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ടീമിനെ ഒത്തിണക്കത്തിലേക്ക് എത്തിക്കാൻ നായകന്റെ സാന്നിധ്യത്തിൽ കൂടുതൽ ക്യാമ്പുകൾ ആവശ്യമാണ്. സഞ്ജു ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ പോയാൽ പിന്നീട് 20-ൽ താഴെ ദിവസം മാത്രമാണ് രാജസ്ഥാനൊപ്പം പരിശീലനത്തിനായി എത്താൻ പറ്റുക. ഈ സമയം കൊണ്ട് പുതിയ താരങ്ങളോടൊപ്പം ചേർന്ന് കെട്ടുറപ്പ് സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ സഞ്ജു സാംസൺ ചാമ്പ്യൻസ് ട്രോഫി ഒഴിവാക്കിയാൽ IPL മുന്നൊരുക്കത്തിന് ആവശ്യത്തിന് സമയം ലഭിക്കുകയും ചെയ്യും. സഞ്ജു ഇന്ത്യയുടെ ഏകദിന ടീമിന്റെ അവിഭാജ്യ ഘടകമല്ലാത്തതിനാൽ തന്നെ അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫി ഒഴിവാക്കി IPL-ന് കൂടുതൽ പ്രാധാന്യം നൽകുകയായിരുന്നു. പരിശീലകൻ എന്ന നിലയിൽ രാഹുൽ ദ്രാവിഡും സഞ്ജുവിനെ രാജസ്ഥാനൊപ്പം നിലനിർത്താൻ തീരുമാനിക്കുകയായിരുന്നു.